സോ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക്. കുറച്ച് ദിവസമായിട്ട് ഷോയിപ്പ് ബനാനെ പോകാറുണ്ട്. എന്നാ പഴത്തൊല്ലിയാന്ന് പറയാണ്ട് നമ്മളെന്തായാലും ബനാനക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളോട് എത്തി ഓർഡർ കൊടുത്ത് ഏതാനും നിമിഷങ്ങൾക്കൊക്കെ നമ്മുടെ സംഭവം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ആണ് എടുത്തിരിക്കണം. മൗസിനെ വലിയ നോക്കാമല്ലോ. എന്തായാലും അത്രയ്ക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെന്തായാലും അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ ഫിൽട്രേഷൻ സെറ്റ് ആക്കാനുള്ള ബക്കറ്റ്. പിന്നെ നമുക്ക് അവിടുത്തെ പച്ച കളർ ഇഷ്ടമുണ്ട്. പച്ച എടുക്കാനുള്ള തത്രപ്പാടുള്ള നമ്മളൊക്കെ അവിടെ കുറെ കാലമായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. പാവ എടുക്കാനും പറ്റുള്ള ചേച്ചി നമ്മളിനെ ഹെൽപ്പ് ചെയ്യേണ്ടി വന്നു. ടൂടു ധൂമ് ചാലയെന്നൊക്കെ പറയാം. നമ്മൾ നേരെ നമ്മുടെ അക്വർ ഷോപ്പിക്ക് എത്തി. അവിടെ നമ്മുടെ നന്ദിനി ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കയറി നമ്മളൊക്കെ ആവശ്യമുള്ള കുറച്ച് സെറാമിക് റിങ്ങും പിന്നെ നമ്മുടെ ഈ കുറച്ച് 10-12 മിൽക്കി കോയി കറുപ്പൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. വീടെത്തിയപ്പോൾ സത്യം പറയാം ഷോക്കെ. വീടിന്റെ ഉള്ളിൽ ആകെപ്പാടെ അങ്ങോട്ട് വെള്ളം കയറി കിടക്കുന്നു. സംഭവം എന്താണെന്ന് അനിമാർ ചോദിച്ചപ്പോൾ അപ്പളമാർ പറയുന്നത് മേലെ ഫുള്ള് വെള്ളം കെട്ടി കിടക്കണം. സംഭവം എന്താ നല്ല മഴ പെയ്തിരിക്കണേ. നമ്മുടെ ഫിഷ് ടാങ്കിലേക്ക് വെള്ളം അയക്കണം അത്ര. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ മീനൊന്നും നഷ്ടപ്പെട്ടില്ല കേട്ടോ. എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ടെമ്പറേച്ചർ സെറ്റൊക്കെ എല്ലാ മീനും നമ്മളതിൽ വാരിക്കോരി ഇടാൻ തുടങ്ങി ഗൈസ്. നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാരന്മാരുടെ ഈ വീഡിയോ ഇഷ്ടം ലൈക്ക് അടിക്കാൻ വേണ്ടി ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മളെന്തായാലും ടാങ്കത്ത് പകുതി വെള്ളം എടുത്ത് കളഞ്ഞിട്ട് ഇനി എങ്ങനെ മഴ പെയ്താലും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിന്ന് എടുത്തിട്ട് വന്ന് പച്ചടപ്പി എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മൾ നമ്മുടെ വീട് ഒന്ന് ക്ലീൻ ആക്കാൻ വേസ് വെള്ളമൊക്കെ എടുത്ത് കളയണ്ടേ. പിന്നെ നമ്മുടെ ഈ 2 അനിയന്മാരുണ്ടല്ലോ, ഭടന്മാരുള്ളതുകൊണ്ട് നമുക്ക് പിന്നെ രാജ്യമൊക്കെ ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നത്തെ വ്ലോഗ് നമ്മൾ അവിടെ അവസാനിപ്പിക്കുന്നു. ബൈ.